സാർ ഡെറിവേഷൻസ് ഒക്കെ പാടാണ്. യെസ്, പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പഠിക്കാതിരിക്കാം, അപ്പോൾ പരീക്ഷയിൽ മാർക്ക് കിട്ടില്ല. അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇനി പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എങ്ങനെ ട്രൈ ചെയ്യുക? ഒന്നുമില്ല, ക്ലാസ്സിൽ വന്നിരിക്കുക, ഡെറിവേഷൻ മനസ്സിലാക്കി. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല, ഒരു 10 പ്രാവശ്യം കൊണ്ട് എഴുതി പഠിക്കേ. ആ പഠിച്ചാൽ കിട്ടുമോ? സാർ ഞാൻ പഠിക്കാൻ ഭയങ്കര എനിക്കങ്ങനെ കിട്ടില്ല, എല്ലാവരെയും പോലെ അല്ല, എനിക്ക് സമയം എടുക്കും. ആയിക്കോട്ടെ, സമയം എടുത്തോ. സാർ 10 ഡെറിവേഷൻ ചെയ്താൽ എനിക്ക് കിട്ടില്ല, ആയിക്കോട്ടെ, നിങ്ങൾ 20 പ്രാവശ്യം ചെയ്തോ. എന്തായാലും പരീക്ഷയിൽ മാർക്ക് ഉണ്ടാക്കണം. അതിൽ 10 ആയിട്ടാണോ 20 ആയിട്ടാണോ നിങ്ങൾ ഇത്രയുള്ള സംഭവം. നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അത് എന്നെ കൊണ്ട് പറ്റില്ല സാർ. നിങ്ങളെ കൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ പറ്റുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് കുട്ടിക്ക് എന്താണ്, ഒരു പ്രാവശ്യം ചെയ്താൽ ഡെറിവേഷൻ പിന്നെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാകും. ആയിക്കോട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 പ്രാവശ്യം ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് 10 പ്രാവശ്യം ആയിരിക്കും, നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് എന്താണ് 20 പ്രാവശ്യം ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും പറ്റും. ഓരോ ആൾക്കാർക്ക് ഓരോ സമയം എടുക്കും, ഓരോ എഫേർട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ? ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നവൻ അത്രയും എഫേർട്ട് ലൈഫിൽ എടുക്കാൻ റെഡി ആയിരിക്കും. പലപ്പോഴും എന്താ സംഭവിക്കുക അറിയോ? ഈ ടോപ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താ പറ്റുക? അവർ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. കാരണം എന്താണ്? അവർക്ക് ഭയങ്കര ബുദ്ധിയല്ലേ, ഭയങ്കര ബുദ്ധി ആകുമ്പോൾ എഫേർട്ട് വളരെ കുറച്ചെടുത്തിട്ടേ ശീലമുള്ളൂ അല്ലേ? കാരണം ജസ്റ്റ് ഈ കോമഡി ഡെറിവേഷനൊക്കെ അവർക്ക് എന്താണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അവർ ജീവിതകാലം മൊത്തം എന്താണ് എഫേർട്ട് പൊതുവെ എന്താണ് കുറച്ച് കുറവായി എടുത്തേ ശീലമുള്ളൂ. പക്ഷേ പ്രശ്നം എന്താണ്? ഈ സ്കൂളിൽ മാത്രമേ ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. പുറത്തേക്ക് പോയാൽ എന്താണ്, സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയാലുള്ള പ്രശ്നം എന്താ? ഞാൻ ഭയങ്കര ബുദ്ധിയാന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോബഡി കെയർസ്. നിങ്ങൾക്ക് ബുദ്ധിയാണോ? നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എക്കണോമിയിലേക്ക്? എന്ത് ഫീൽഡിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം, പണിയെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനെന്ത് പോരാ? ഈ സാധനം മാത്രം പോരാ. ഇത് വേണം, പക്ഷെ അത് മാത്രം പോരാ. ഇത് വേണം, പക്ഷേ ഇയാൾക്ക് ഈ ശീലമില്ല. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ദാറ്റ് ഭയങ്കര ടോപ്പേഴ്സ്, ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്ക് എന്താണ്, ദേ വിൽ നോട്ട് ബിക്കം സക്സസ്ഫുൾ. ദേ മൈറ്റ് നോട്ട് ബിക്കം സക്സസ്ഫുൾ. നേരെ മറിച്ച് ഭയങ്കര ബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ബുദ്ധി അല്ലാത്ത ആൾക്കാരുടെ പ്രശ്നം എന്താണ്? ഈ ഡെറിവേഷനൊക്കെ പഠിക്കാനും അതുപോലെ +1 +2 നല്ല മാർക്ക് ഉണ്ടാക്കാൻ യു ഷുഡ് ടേക്ക് എഫേർട്ട്. നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും, അല്ലാണ്ട് നടക്കില്ല. നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും, എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി. പക്ഷേ എക്സ്ട്രാ എഫേർട്ട് എടുത്തതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അയാളത് ശീലിച്ചു, അവനാ പഠിച്ചു. +1 +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് വല്ല അവൻ പഠിച്ചു. ആ എഫേർട്ട് എടുക്കാൻ പഠിച്ചു. ആ ശീലം പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോളേജിലാകുമ്പോഴത്തേക്ക് ആ ശീലം പോകുന്നുണ്ടോ? ഇല്ല. ഇനി ശീലം പോയാൽ തന്നെ അതിന് ഉള്ളിനുണ്ടാവും എനിക്കത് പറ്റുന്നുള്ള. നാളെ എന്ത് ചെയ്യും? അവനെ ഏതെങ്കിലും ഒരു ടാസ്ക് ഏൽപ്പിച്ചാൽ അവൻ ആ എഫേർട്ട് എടുക്കും, അവൻ വർക്ക് ഇടും, അവൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അവൻ്റെ രീതിയിൽ സക്സസ്ഫുൾ ആവും. ഇതാണ് വ്യത്യാസം. ഓക്കെ? ഇപ്പോൾ ബുദ്ധിയുള്ളത് നല്ലതാണോ? അതെ. പക്ഷേ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ മാത്രം നല്ലതാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കാം. സ്കൂളിലൊക്കെ നല്ല രസമായിരിക്കും ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ. പക്ഷെ അതിനുശേഷം നോബഡി കെയർസ് മാൻ. നിങ്ങൾ കോളേജിൽ പോയിക്കോ, കോളേജിലും വേണേൽ വർക്ക് ചെയ്യും. ഭയങ്കര ബുദ്ധിയാണ്, കോളേജിലെ ഫസ്റ്റ് റാങ്ക് ആണ്. അതിനുശേഷം നോബഡി കെയർസ്. നിങ്ങൾ ഭയങ്കര ബുദ്ധിയാണ്. അതിനിപ്പോൾ എന്താ? ഫോർ എക്സാമ്പിൾ എക്സാമിനറിലേക്ക് ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിയെന്ന് പറഞ്ഞു. എനിക്ക് വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ പണിയെടുക്കുമോ? നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് സ്റ്റുഡൻസിന് വേണ്ടി, നമ്മുടെ വിഷയം എന്താണ്? സ്റ്റുഡൻസിന് വേണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവർക്ക് വേണ്ടിയിട്ട്? അത് മാത്രമേ എനിക്ക് കാര്യമുള്ളൂ അല്ലേ? നിങ്ങളല്ലേ ചോദിക്കും. ഞാൻ വേറെ എന്തെങ്കിലും കയറുന്നുണ്ട്. എക്സാമിനർ ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നു, എനിക്ക് ഞാൻ നോക്കുന്ന കാര്യം എന്താണ്? കുട്ടികൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും അയാൾക്ക്. അല്ലാണ്ട് അയാൾക്ക് എത്ര ബുദ്ധി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വിഷയമല്ല, നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും അയാൾക്ക് അല്ലേ? അതാണ് എല്ലാ ഫീൽഡിലും സംഭവിക്കുക അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, റെഡി?